UDF പ്രവേശന സാധ്യതാ ചർച്ചകൾ വീണ്ടും സജീവമാക്കുകയാണ് PV അൻവർ MLA. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനെയും PV അൻവർ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ പറഞ്ഞു. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയ PV അൻവർ തിരക്കിട്ട ചർച്ചകളിലാണ്. UDF പ്രവേശനമാണ് ലക്ഷ്യം. ആദ്യഘട്ട കൂടിക്കാഴ്ച മുസ്ലിം ലീഗ് നേതാക്കളുമായി ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവരെ നേരിൽ കണ്ടു. പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു പാർട്ടിയിലൂടെ UDFന്റെ ഭാഗമാകാനാണ് ശ്രമം. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികളുമായും PV അൻവർ ചർച്ച നടത്തി. മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും ഒപ്പം കൂട്ടാനാണ് നീക്കം. പ്രപ്പോസൽ നൽകിയിരിക്കുന്നത് ദേശീയ പാർട്ടികൾക്കാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ 24നോട്. ഡയറക്റ്റ് ആയിട്ട് UDFിലെ ഘടകകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത, എന്നാൽ ആന്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട്. ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ് ഫാദർ വേണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും PV അൻവർ. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി, ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. PV അൻവറുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല, ഒരു ചർച്ചയില്ല. പിണറായിസത്തെയും RSSനെയും നേരിടേണ്ട സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുവെന്നും തന്റെ ആശയത്തിൽ പിന്തുണയ്ക്കുന്നവർ CPIMലും കോൺഗ്രസിലുമുണ്ടെന്നും PV അൻവർ വ്യക്തമാക്കി. ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് PV അൻവർ ചർച്ചകൾക്ക് വേഗത കൂട്ടിയത്. അൻവറിന്റെ UDF പ്രവേശനത്തിന് മുസ്ലിം ലീഗ് പിന്തുണയറിയിച്ചതായാണ് വിവരം. വിനീത VG, 24, ഡൽഹി.